എല്ലാവർക്കും നമസ്കാരം. ഒരു അമ്മയുടെ സ്നേഹം ഗംഗാനദിയുടെ നിർമ്മലമായ ഒഴുക്കുപോലെയാണ്. അത് യാതൊരു നിബന്ധനകളുമില്ലാതെ എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മകളുടെ ഇടനാഴിയിൽ നിന്ന് ഞാൻ എന്ന ഭാവം ഇല്ലാതാവുന്ന ഒരു കഥയാണ് ഇന്ന് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവിടെ നിസ്വാർത്ഥമായ സ്നേഹം മാത്രം അവശേഷിക്കുന്നു. ഗംഗാതീരത്തെ ഈ പുണ്യദൃശ്യങ്ങൾക്കൊപ്പം പ്രശസ്ത എഴുത്തുകാരൻ രാജേഷ് ചന്ദ്രാനി മദൻലാൽ ജെയിൻജിയുടെ തൂലികയിൽ വിരിഞ്ഞ ഹൃദയസ്പർശിയായ ഒരു കഥ നമുക്ക് കേൾക്കാം. എൻ്റെ അമ്മ. എൻ്റെ അമ്മ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. തീയതി 19 ഡിസംബർ 2019. അമ്മ ഈ ലോകത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ. തുടക്കം മുതൽ തന്നെ തുടങ്ങുന്നതാവും ഉചിതം. അറിവില്ലാത്ത ബാല്യത്തിൽ നിന്ന് വിവേകമുള്ള പ്രായത്തിലേക്ക് ഞാൻ വളർന്നപ്പോൾ എൻ്റെ വീട് സന്തോഷം നിറഞ്ഞതായിരുന്നു. ആ വലിയ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയുടെ സാമീപ്യമായിരുന്നു. അമ്മയുടെ സ്നേഹമായിരുന്നു എൻ്റെ കരുത്ത്. വീട്ടിൽ സഹോദരങ്ങളുണ്ടായിരുന്നു. അമ്മയ്ക്ക് എല്ലാം സന്തുലിതമായി കൊണ്ടുപോകണമായിരുന്നു. മക്കൾ, കുടുംബം, സമൂഹം, മതം എന്നിവയോടുള്ള ഉത്തരവാദിത്തങ്ങൾ അമ്മ കൃത്യമായി പാലിച്ചു. ഇതിനിടയിൽ അമ്മയ്ക്ക് സ്വന്തമായി ചിലവഴിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഞാൻ വളർന്നപ്പോൾ ഒരു വലിയ സത്യം മനസ്സിലാക്കി. മറ്റാരെക്കാളും ലളിതവും ശാന്തവുമായ സ്വഭാവമായിരുന്നു അമ്മയുടേത്. അമ്മ ആരോടും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ ഒരിക്കലും അസ്വസ്ഥയാകുന്നത് കണ്ടിട്ടില്ല. ആ കാലഘട്ടത്തിലെ ഓരോ അമ്മമാരുടെയും വീട്ടമ്മമാരുടെയും സ്വാഭാവികമായ ഗുണമായിരുന്നു അതായിരിക്കാം. കാലം കടന്നുപോയപ്പോൾ, എൻ്റെ ധാരണകൾ വ്യക്തമായപ്പോൾ, മറ്റു ബന്ധുക്കളിൽ ആർക്കും കാണാത്ത ഒരു പ്രത്യേകത ഞാൻ അമ്മയിൽ കണ്ടു. അതായിരുന്നു അമ്മയുടെ നിബന്ധനകളില്ലാത്ത ജീവിതശൈലി. വീടിൻ്റെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ നിബന്ധനകളും അമ്മ സ്വീകരിച്ചു. പക്ഷേ മറ്റുള്ളവരുടെ മേൽ അമ്മയ്ക്ക് സ്വന്തമായി യാതൊരു നിബന്ധനകളും ഉണ്ടായിരുന്നില്ല. ഇന്ന് ലോകത്തെ അടുത്തറിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇത്രയും നിസ്സംഗമായ ഒരു മനസ്സ് അപൂർവമാണെന്ന്. സ്വന്തം അസ്തിത്വത്തെ മറ്റുള്ളവരിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അത് ജീവിതകാലം മുഴുവൻ പാലിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായും അമ്മ ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു. മനുഷ്യരിൽ ഒരു അപവാദം എന്ന് വിളിക്കാവുന്ന വ്യക്തി. അമ്മയുടെ ആ ലാളിത്യം നിറഞ്ഞ ജീവിതത്തിൽ സന്തോഷകരമായ ചില നിമിഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും അമ്മയുടെ സ്വന്തം നാട്ടിലേക്കുള്ള യാത്രകളിലായിരുന്നു. ലളിത്പൂർ ആണ് അമ്മയുടെ ജനിച്ച വീട്. അമ്മയ്ക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ടത്. പിന്നീട് വല്യമ്മയും അമ്മയും അമ്മാവന്റെ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങൾ അവിടെ പോകുമ്പോൾ അമ്മയുടെ ഈ വലിയ സംസ്കാരം എവിടെ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. ലളിത്പൂരിലായിരിക്കുമ്പോൾ അമ്മയുടെ സ്വരത്തിൽ ഒരു അവകാശബോധം കാണാമായിരുന്നു. ഇന്നും അവിടെ ഞങ്ങളുടെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. അവർ സാധാരണക്കാരാണെങ്കിലും ചിന്തകൾ കൊണ്ട് വലിയവരാണ്. അവർ അമ്മയെ എപ്പോഴും ഹൃദയപൂർവ്വം ആദരിച്ചിരുന്നു. അമ്മയുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അവിടെ സഫലമാകുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുമായിരുന്നു. ലളിത്പൂരിലെ ആ തെരുവുകളിൽ അമ്മ ശരിക്കും അമ്മ തന്നെയായിരുന്നു. വീണ്ടും എന്നിലേക്കും അമ്മയെക്കുറിച്ചുള്ള ചർച്ചയിലേക്കും മടങ്ങാം. മതപരമായ ചുറ്റുപാടിൽ വളർന്നതുകൊണ്ട് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും പാഠശാലയിൽ പോയി മതം പഠിക്കണമെന്ന് അമ്മ വിചാരിച്ചു. എൻ്റെ സഹോദരങ്ങൾ ആ കാര്യത്തിൽ വിജയിച്ചു. പക്ഷേ എനിക്ക് പഠനത്തിൽ താൽപ്പര്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ജോലിക്കായി എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ആ പിന്നോക്കാവസ്ഥ ജീവിതകാലം മുഴുവൻ ഒരു നിഴലായി തുടർന്നു. 5 വർഷം മുമ്പ് അച്ഛൻ വിട പറഞ്ഞതിനു ശേഷം അമ്മ തളർന്നുപോയി. കഴിഞ്ഞ 2 വർഷമായി സന്ധിവേദന കാരണം അമ്മ കിടപ്പിലാണ്. അനുജന്റെ കുടുംബമാണ് അമ്മയെ പരിപാലിക്കുന്നത്. അമ്മയുടെ ശരീരം ഇപ്പോൾ വെറും 25 കിലോയോളമേ ഉണ്ടാവൂ. എങ്കിലും ഈ പ്രതികൂല സാഹചര്യത്തിലും അമ്മയുടെ മനസ്സാന്നിധ്യം ദൃഢമാണ്. അമ്മ ഇപ്പോൾ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അമ്മയുടെ പൂർണ്ണ ശ്രദ്ധയും ഇപ്പോൾ മോക്ഷമാർഗത്തിലാണ്. ശരീരം തളർന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ ബുദ്ധിശക്തി അത്ഭുതകരമാണ്. ജീവിതകാലം മുഴുവൻ പഠിച്ച കാര്യങ്ങൾ അമ്മയ്ക്ക് ഇപ്പോഴും മനഃപ്പാഠമാണ്. അമ്മയുടെ ലോകം ഇപ്പോൾ ഒരു ചെറിയ മുറിയിൽ ഒതുങ്ങിയിരിക്കുന്നു. പക്ഷേ അവിടെയും അമ്മയ്ക്ക് പരാതികളൊന്നുമില്ല. ലൗകികമായ കാര്യങ്ങൾ ഇപ്പോൾ അമ്മയ്ക്ക് ആവശ്യമില്ല. അമ്മ പലപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്: എല്ലാവരോടും ക്ഷമിക്കുന്നു, എല്ലാവരും എന്നോടും ക്ഷമിക്കട്ടെ. ആരോടെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് അമ്മ ക്ഷമ ചോദിക്കുന്നു.
അമ്മയെ വേദനിപ്പിച്ചവരോട് അമ്മ വളരെ എളുപ്പത്തിൽ ക്ഷമിക്കുകയും ചെയ്യുന്നു. എന്റെ വലിയ സഹോദരി കിരൺ ഈ സത്യം നന്നായി തിരിച്ചറിഞ്ഞു. അവർ ദിവസവും ഫോണിലൂടെ അമ്മയ്ക്ക് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. അമ്മയ്ക്ക് അതെല്ലാം അറിയാമെങ്കിലും വലിയ വൈകാരികതയോടെ അമ്മ അത് കേൾക്കും. ഞാൻ പറഞ്ഞതുപോലെ ആത്മീയ കാര്യത്തിൽ ഞാൻ പിന്നിലായ മകനാണ്. ദൂരെ താമസിക്കുന്നതുകൊണ്ട് നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏകദേശം 2 മാസം മുമ്പ് എന്റെ മനസ്സിൽ ഒരു വിചാരം വന്നു. ഞാനും അമ്മയ്ക്ക് ഇങ്ങനെ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്താൽ അമ്മയുടെ സന്തോഷം വർദ്ധിക്കുമെന്ന്. അന്നുമുതൽ എല്ലാ അവധി ദിവസങ്ങളിലും ഞാൻ അമ്മയെ വിളിക്കും. അമ്മ എന്റെ കോളിനായി കാത്തിരിക്കാറുണ്ട്. വ്യത്യസ്തമായ ഓരോ ശ്ലോകങ്ങൾ കേൾക്കാൻ അമ്മ എന്നോട് ആവശ്യപ്പെടും. കഴിഞ്ഞ 2 ആഴ്ചയായി അമ്മയ്ക്ക് ഒരു പ്രത്യേക ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് ഭക്തമർ സ്തോത്രം എന്നിൽ നിന്ന് കേൾക്കണം. സംസ്കൃത ശ്ലോകങ്ങൾ കൃത്യമായി ഉച്ചരിക്കുക എന്നത് എനിക്ക് വലിയ വെല്ലുവിളിയാണ്. അമ്മയ്ക്ക് അതെല്ലാം നല്ല വ്യക്തതയോടെ മനപ്പാടമാണ്. എങ്കിലും ഞാൻ ചൊല്ലുന്നത് കേൾക്കുന്നത് അമ്മയ്ക്ക് വലിയ സമാധാനം നൽകുന്നു. ആഴ്ചയിലൊരിക്കൽ 1 മണിക്കൂർ ഇങ്ങനെ ചെയ്യുന്നത് ആർക്കെങ്കിലും തോന്നാം, എന്റെ അമ്മ എന്നിൽ നിന്ന് എത്ര കുറഞ്ഞ കാര്യമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അമ്മ ആഗ്രഹിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ആത്മീയമായ വഴിയിലൂടെ നടക്കണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ജീവിതത്തിൽ അതിശയകരമായ ഒരു സംഗമം കാണാം. ലൗകികമായി നോക്കിയാൽ അമ്മയുടെ ജീവിതം ഈ വരികൾക്ക് തുല്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. എന്നാൽ അതേ സമയം തന്നെ ആത്മീയമായ ഉന്നതിയും അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. അമ്മ ഞങ്ങളെ കുട്ടിക്കാലം മുതൽ നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു. എന്റെ 2 പെൺമക്കളെയും അമ്മ അതുപോലെ പഠിപ്പിച്ചു. മരുമക്കളുടെ വ്യക്തിത്വവും അമ്മയുടെ നിഴലിൽ വളർന്നു. കൊച്ചുമക്കൾക്കെല്ലാം അമ്മ ഒരു പ്രചോദനമായിരുന്നു. അമ്മ എപ്പോഴും പറയും, തിന്മയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും തിന്മ പരത്താൻ കാരണമാകും. അതുകൊണ്ട് നന്മയെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ തിന്മയെ ഇല്ലാതാക്കാം. അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് സഹോദരി കിരൺ പറയുന്നത് ഇങ്ങനെയാണ്: അമ്മ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടില്ല. എന്റേത് നിന്റേത് എന്ന വേർതിരിവിൽ ഒന്നുമില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഈ പാഠമാണ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഇതിലൂടെയാണ് ഞങ്ങൾക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുന്നത്. ഞങ്ങൾ ഒരുമയിൽ വിശ്വസിക്കുന്നു, ആർക്കിടയിലും പ്രശ്നങ്ങളുണ്ടാക്കില്ല. നമുക്ക് ആത്മകല്യാണം നേടാനാണ് അമ്മ ആത്മീയ മൂല്യങ്ങൾ പഠിപ്പിച്ചത്. ജനനമരണ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടാൻ. തീയതി 26 ഏപ്രിൽ 2022. അമ്മയ്ക്ക് തന്റെ മക്കളിൽ നിന്ന് ഭൗതികമായി ഒന്നും വേണ്ടായിരുന്നു. ഞങ്ങൾ സത്യം മനസ്സിലാക്കണമെന്നും ആത്മീയ താൽപ്പര്യമുള്ളവരാകണമെന്നും അമ്മ ആഗ്രഹിച്ചു. അമ്മയുടെ കരുണ തീർത്ഥങ്കരന്മാരുടെ കരുണയ്ക്ക് തുല്യമായിരുന്നു. അത് ലോകക്ഷേമത്തിനായി എല്ലാവരെയും പ്രചോദിപ്പിച്ചു. 2020 ഏപ്രിൽ 26 അമ്മ വിട പറഞ്ഞതിനു ശേഷം കൊറോണയുടെ കഠിനമായ സമയമായിരുന്നു അത്. അന്നുമുതൽ ഞങ്ങൾ ദിവസവും 1 മണിക്കൂർ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ആ പതിവ് ഇന്നും അഭിമാനത്തോടെ തുടരുന്നു. ഈ 1 മണിക്കൂർ ഞങ്ങൾ അമ്മയുടെ ആ അവസാന ആഗ്രഹത്തിന് സമർപ്പിക്കുന്നു. കിരണും ശോഭയും രചനയുമാണ് ഈ പതിവ് മുടങ്ങാതെ കൊണ്ടുപോകുന്നത്. അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ ഇത് വീണ്ടും പങ്കുവയ്ക്കുന്നു. രാജേഷ് ജി തന്റെ അമ്മയോടുള്ള ആദരസൂചകമായി എഴുതിയ വരികളാണ് നിങ്ങൾ കേട്ടത്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു പാരമ്പര്യം. യഥാർത്ഥ സ്നേഹം ആത്മാവിന്റെ ഉന്നതിയിലാണ്. ഇന്ന് അമ്മ ഭൗതികമായി നമുക്കൊപ്പമില്ല. പക്ഷേ കുടുംബം നടത്തുന്ന ഈ ആത്മീയ പാഠങ്ങളിലൂടെ അമ്മ ഇന്നും ജീവിക്കുന്നു. നന്മയെ തിരഞ്ഞെടുക്കുന്നതാണ് അമ്മയ്ക്കുള്ള യഥാർത്ഥ ആദരാഞ്ജലി. സങ്കടത്തോടെ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കുന്നു. രാജേഷ് ജിയുടെ അനിയത്തി ശോഭ ജിയും 2026 ജനുവരിയിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. അമ്മയുടെ പാതയിലൂടെ അവർ അനന്തയാത്ര പോയി. ആ സുപുത്രിക്കും ഞങ്ങൾ ഹൃദയംഗമമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.